SIR ഫോം എങ്ങനെ പൂരിപ്പിക്കാം? അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ആശങ്കയുണ്ട്. പക്ഷെ ആശങ്കയൊന്നും വേണ്ടില്ല, വളരെ എളുപ്പത്തിൽ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. 2025 ഒക്ടോബർ 27 വരെ വോട്ട് ചെയ്ത ആളുകൾക്ക്, വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് അവരുടെ പേരും ഫോട്ടോയും പതിച്ച ഫോമാണ് വിതരണം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്റെ പേര് ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്റെ ഫോട്ടോവും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എനിക്ക് മാറ്റണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു ഫോട്ടോ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫോട്ടോ കൊടുക്കേണ്ടതില്ല. പിന്നെ പൂരിപ്പിക്കേണ്ട കോളം ഇതാണ്: 1, 2, 3 കോളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ജനന തീയതി. ഇവിടെ ഇപ്പോ എന്റെ ജനന തീയതി എഴുതാം. ഇതാണ് ജനന തീയതി. പിന്നെ എഴുതേണ്ടത് എന്റെ ആധാർ നമ്പർ. അത് ഓരോരുത്തരും ആധാർ നമ്പർ ഇങ്ങനെ എഴുതുക. കഴിഞ്ഞ് മൊബൈൽ നമ്പർ, എന്റെ മൊബൈൽ നമ്പർ. പിതാവിന്റെ പേര്, എന്റെ പിതാവിന്റെ പേര് അബൂബക്കർ എന്നാണ്, അത് ഞാൻ ഇവിടെ എഴുതുന്നു. രക്ഷിതാവിന്റെ പേര്, പിതാവിന്റെ രക്ഷിതാവിന്റെ പേര്. പിതാവിന്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡിലുള്ള നമ്പർ, അത് ലഭ്യമാണെങ്കിൽ എഴുതുക. പിതാവിന്റെ ഐഡന്റിറ്റി കാർഡ് നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നു. മാതാവിന്റെ പേര് CP സഫിയ, അല്ല മാതാവിന്റെ പേര്. മാതാവിന്റെ ഐഡന്റിറ്റി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതി കൊടുക്കാം നമ്മൾ. പിന്നെ ഉള്ളത് പങ്കാളിയുടെ പേര്. എന്റെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേരാണ്. ഫോം ഫില്ല് ചെയ്യുന്നവരുടെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത്. എന്റെ ഭാര്യയുടെ പേര് ഞാൻ ഇവിടെ എഴുതുന്നു. അതുപോലെ തന്നെ അവർക്ക് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ, ഐഡന്റിറ്റി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ, എപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എപ്പിക് നമ്പർ ഉണ്ട്, അതും ഞാൻ പൂർത്തിയാക്കും. കഴിഞ്ഞു. 1ാമത്തെ കോളം പൂർത്തിയായി. ഇത് മുഴുവൻ ആളുകൾ ഫില്ല് ചെയ്യേണ്ട കോളാണ് 1ാമത്തെ കോളം. പിന്നെ വരുന്നത് 2ാമത്തെ കോളാണ്. അവിടെ 2002 വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ട ആളുകൾ മാത്രമേ ഈ കോളം പൂരിപ്പിക്കേണ്ടുള്ളൂ. അതായത് മിനിമം 40 വയസ്സിൽ താഴെയുള്ള ഒരാളും ഈ കോളം പൂരിപ്പിക്കേണ്ടതില്ല. കാരണം 40 വയസ്സിൽ താഴെയുള്ളവർക്ക് 2002 വോട്ട് ഉണ്ടാവില്ല, അന്ന് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടാവില്ല. അപ്പൊ 2002 18 വയസ്സ് പൂർത്തിയായ വോട്ടർ പട്ടികയിൽ പേരുള്ള ആള് മാത്രമേ ഇത് പൂരിപ്പിക്കേണ്ടുള്ളൂ. ഇപ്പൊ എന്റെ പേര് ഓൾറെഡി 2002 വോട്ടർ പട്ടികയിൽ ഉണ്ട്. വോട്ടറുടെ പേര് CP സജീർ. എപ്പിക് നമ്പർ എന്റെ നമ്പർ. ബന്ധുവിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്റെ പേരിന്റെ നേർക്ക് പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ടാവും. എന്റെ പേരിന് നേരെയുള്ള പേര് എന്റെ പിതാവിന്റെ പേരാണ്. ആ ബന്ധുവിന്റെ പേര് ഞാൻ അവിടെ എഴുതുന്നു. ബന്ധം എന്ന് പറയുന്നത് എന്റെ പിതാവ്. ജില്ല കണ്ണൂർ, സംസ്ഥാനം കേരളം, നിയമസഭാ മണ്ഡലം അന്നത്തെ മണ്ഡലം പേരാവൂർ. മണ്ഡല നമ്പർ 015 പേരാവൂർ മണ്ഡലത്തിന്റെ നമ്പർ. ഭാഗ നമ്പർ എന്റെ ബൂത്ത് നമ്പറാണ്, 43 അതായത് വോട്ടർ പട്ടികയിലുള്ള ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. 43 എന്റെ ബൂത്ത് നമ്പർ. ക്രമ നമ്പർ എന്ന് പറയുന്നത് 150, അതായത് എന്റെ ക്രമ നമ്പറാണ് 150. അതാണ് ഈ ഭാഗത്ത്. ഇത് രണ്ടും പൂരിപ്പിച്ചാൽ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടില്ല. ഇത് 2002 പട്ടികയിൽ പെടാത്ത ആള് മാത്രമാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. അതായത് അങ്ങനെയുള്ള ആളുകൾ ഈ കോളവും മാത്രമേ പൂരിപ്പിക്കേണ്ടുള്ളൂ. 1ഉം 2ഉം പൂരിപ്പിച്ച ആൾക്ക് 3ാമത്തെ കോളം ബാധകമല്ല. അപ്പൊ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരാള്, അയാള് ഇപ്പൊ എന്റെ അനുജനാണെങ്കിൽ വോട്ടറുടെ പേര് എന്ന് പറഞ്ഞാൽ എന്റെ അനുജന്റെ പേരല്ല, ഇത് നമ്മളെ 2002 വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്യുന്ന വോട്ടറുടെ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പൊ എന്റെ ഉമ്മാന്റെ പേര് CP സഫിയ എന്ന് എന്റെ അനുജൻ പിന്നെ അവിടെ ഫില്ല് ചെയ്യുന്നു. എപ്പിക് നമ്പർ CP സഫിയ എന്ന് പറയുന്ന എന്റെ മാതാവിന്റെ എപ്പിക് നമ്പറാണ് ഇവിടെ വേണ്ടത്. പിന്നെ ബന്ധുവിന്റെ പേര്, അതൊരു കൺഫ്യൂഷൻ ഉള്ള ചോദ്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബന്ധുവിന്റെ പേര് എന്ന് പറയുന്നത് ഈ CP സഫിയ എന്ന് പറയുന്ന ആളുടെ നേരെ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ടാവും. CP സഫിയാന്റെ നേരെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പാന്റെ പേരുണ്ട്. അപ്പൊ അബൂബക്കർ അവിടെ എഴുതുക. ബന്ധുവിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ അടുത്തതായി ചോദിക്കുന്നത് ബന്ധം എന്താണ്, ഇവര് തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഭർത്താവ്, അതും ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും. CP സഫിയ ഭർത്താവ് അബൂബക്കർ ഉണ്ടാവും. അപ്പൊ ഭർത്താവ്. പിന്നെ ജില്ല കണ്ണൂർ ജില്ല, സംസ്ഥാനം കേരള, നിയമസഭാ മണ്ഡലം അന്നത്തെ 2002 നിയമസഭാ മണ്ഡലം പേരാവൂർ, മണ്ഡലം നമ്പർ 015,
ഭാഗ നമ്പർ ബൂത്ത് നമ്പറാണ് ചോദിക്കുന്നത്. അന്നത്തെ 43. ക്രമ നമ്പർ ഈ ഇവിടെ മേലെ മെൻഷൻ ചെയ്ത മാതാവോ പിതാവോ ജ്യേഷ്ഠനോ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിന്റെ ക്രമ നമ്പറാണ് ചോദിക്കുന്നത്. 149 ആണ് എൻ്റെ ഉമ്മാന്റെ ക്രമ നമ്പർ. ഇത്ര മാത്രമേ ഇത് ഫില്ല് ചെയ്യാനുള്ളൂ.